നമസ്കാരം. നാളെ ജൂലൈ 21 തിങ്കളാഴ്ചയാണ്. രാശിപ്രകാരം നാളത്തെ ദിവസം എപ്രകാരമായിരിക്കും എന്ന്, ഈ രാശിക്കാർക്ക് എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. കാരണം ഇന്നേ ദിവസം ഇവർക്ക് കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം നമഃ ശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക. കാര്യസിദ്ധിക്ക് തടസ്സം വന്നിരുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്നതായ സമയമാണ്. ദോഷകരമായ കാര്യങ്ങൾ ദുർബലമായി തീരാവുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കുടുംബത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലും ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. വാക്കുകളിൽ വളരെയധികം വശീകരണ ശക്തി ഉണ്ടായി എന്ന് വരാം. എതിരാളികളെ അധീരരാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമയബന്ധിതമായി തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും, സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. എങ്കിലും ചില വ്യക്തികളുമായി അകലം പാലിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും വ്യക്തത പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ശ്രദ്ധാപൂർവം തന്നെ പ്രവർത്തിക്കേണ്ടതായ സമയമാണ് എന്നുള്ളതാക്കുന്നു. കൈക്കൊണ്ടതായ തീരുമാനങ്ങൾ അത് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. എന്നിരുന്നാൽ പോലും ഒന്നിനു പുറകെ ഒന്നായി തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സാഹചര്യവും ഇന്നേ ദിവസം വന്നു ചേരാം. കൂടാതെ ദേഹാലസ്യം തുടർന്നുകൊണ്ടിരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അധ്വാനം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ, അത്തരം ചില ശ്രമങ്ങൾ ഊർജിതമാവുകയും അനുകൂലമായി തീരുകയും ചെയ്യാം. പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനുള്ള വഴി തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ തെളിയുക. ഇന്നേ ദിവസം പൊതുവിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഒരൽപ്പം കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണുകയും ചെയ്യാം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോകുവാനുള്ള സാധ്യതകളുണ്ട്. അത് ചില വ്യക്തികളുടെ പ്രേരണയാൽ എടുക്കുന്നതായ തീരുമാനങ്ങളുമാകാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോകണം. ഏവരും ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതും രാമായണം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഏകശ്ലോക രാമായണം പാരായണം ജപിക്കുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാട് നടത്തി മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ്. വഴിപാട് നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും തീർച്ചയായും ദർശനമെങ്കിലും നടത്തേണ്ടത് അനിവാര്യമാകുന്നു. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ബന്ധു സമാഗമത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പ്രവൃത്തികളിൽ തൃപ്തിക്കുറവ് ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറാം. സന്ദർഭങ്ങൾ പലതും ഉചിതമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം കരുതൽ വേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. പണച്ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് നിയന്ത്രണം പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആഡംബരപൂർണമായ ചെലവുകളും അത്തരം കാര്യങ്ങൾക്കും സാധ്യത കാണുന്ന ഒരു ദിവസമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പാരിതോഷിക ലബ്ധി, ഇഷ്ടഭക്ഷണ സമൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ധനാഗമം ഒരൽപ്പം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം. വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നതും മനസമാധാനം വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം.
എന്നാൽ ചില ആശങ്കകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ കലഹങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വാക്കുകളിൽ പ്രവർത്തികളിൽ കരുതൽ വേണ്ട ഒരു ദിവസം തന്നെയാകുന്നു. സ്വന്തം കഴിവുകൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പരാശ്രയത്വം കുറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. ന്യായമായതായ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൈവായ്പകൾ തിരികെ ലഭിക്കുക, അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ദേഹക്ലേശത്തിനുള്ള സാധ്യതകളുണ്ട്, എങ്കിലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം തീർച്ചയായും അമളി പിണയാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ്, എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കണം. ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. പ്രത്യേകിച്ചും വെളുത്ത പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് ഇന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. രാമായണം പാരായണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം ഒരു തവണയെങ്കിലും ജപിക്കുക. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലവിധ തടസ്സങ്ങൾ വന്നു ചേരും, എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ആദായം വർദ്ധിക്കുന്ന ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ധനലാഭം നിങ്ങൾക്ക് ലഭിക്കാവുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ അനുഭവങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കാം. അർഹതയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാം. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമാണ്. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ, കുടുംബകാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തി അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില സമ്മർദ്ദങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്, എങ്കിലും അത് തരണം ചെയ്യാം. പല കാര്യങ്ങളിലും പ്രശംസ നേടുവാൻ സാധിച്ചു എന്ന് വരാം. തൊഴിൽപരമായ സംതൃപ്തി, ബിസിനസ് ലാഭം തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അവരുടെ രഹസ്യ പ്രവർത്തനങ്ങളെ എന്നാൽ തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശുഭത്വം ഉണ്ടാകുന്ന ദിവസമാണ്, എങ്കിലും കിട്ടാക്കടങ്ങൾ ഭാഗികമായി ലഭിക്കുന്ന ഒരു സാഹചര്യവും രൂപം കൊള്ളാം. എന്നാൽ സാമ്പത്തികമായി ആശ്വസിക്കാൻ സാധിക്കും, എങ്കിലും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പമൊന്ന് ആശങ്കപ്പെടേണ്ടതായി വരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം. എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോവുക, മറ്റുള്ളവരിൽ നിന്നും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടതായി വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബന്ധങ്ങൾ ദൃഢമാകും, എങ്കിൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാം. പരമശിവനെ ആരാധിക്കുകയും വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുകയും ഇന്നേ ദിവസം രാമായണം പാരായണം ചെയ്യുന്നതും, സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം പാരായണം ചെയ്യുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കുംഭം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാരാണ്. ഇവർക്ക് പല കാര്യങ്ങളും ഇവർ ആരംഭിച്ചിട്ടുണ്ട്, എങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കരുതുന്നതിലും അധികം സഹായങ്ങൾ, സഹകരണങ്ങൾ തേടിയെത്താം. കൂടാതെ കരാർ തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ സൗഖ്യം വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ഗുണം അല്പം വർദ്ധിക്കുന്ന ദിവസമാണ്. ആത്മവിശ്വാസം വന്നു ചേരാം. ചെലവുകൾ നിയന്ത്രിക്കാൻ മാത്രം അല്പം ക്ലേശകരമായി ഭവിക്കാവുന്നതാണ്. ചെലവ് വർദ്ധിക്കാം. അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നു ചേരാം. പല കാര്യങ്ങളും ക്ഷമയാൽ മറികടക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പല കാര്യങ്ങളും വീണ്ടും ശ്രമിക്കുന്നതിലൂടെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിശ്വസിക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അതിന്റെ പേരിൽ ചില കലഹങ്ങൾ വന്നു ചേരാം.
സാങ്കേതികമായ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം കലഹസ്വരം ഉണ്ടാകും, എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വ്യവസ്ഥകൾ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. യാത്രകൾ കൊണ്ട് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം, അഥവാ ഗുണം വർദ്ധിക്കാവുന്നതാണ്. അധികാരികളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിഭാരം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. തൊഴിൽപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസം കൂടിയാകുന്നു. കൂടാതെ പദവിയുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധുസമാഗമം, സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വ്യാപാര സംബന്ധമായി പുഷ്ടിയുള്ള ദിവസം തന്നെയാണ് എന്ന് പരാമർശിക്കാം. ചില വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാവുന്നതാണ്. രഹസ്യമായ ശത്രുക്കളെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ഇന്നേ ദിവസം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ രാമായണം പാരായണം ചെയ്യുന്നതും ഏകശ്ലോക രാമായണം പാരായണം ചെയ്യുന്നതും അഥവാ ജപിക്കുന്നതും ശുഭകരമാണ്. രാമായണം ജപിക്കുവാൻ സാധിക്കാത്തവർ ഏകശ്ലോക രാമായണം പ്രത്യേകമായി ജപിക്കുവാൻ, ഒരു തവണ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.